ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തി തിരഞ്ഞെടുത്തു. മലപ്പുറം സ്വദേശി വട്ടംകുളം മാറത്ത് കവുപ്രയില്ലത്ത് അച്യുതൻ നമ്പൂതിരിയാണ് പുതിയ മേൽശാന്തി. സംസ്ഥാനത്ത് ക്യാമ്പസുകളിൽ മയക്കുമരുന്ന് വ്യാപകമാകുന്നതിന്റെ പ്രധാന ഉത്തരവാദി SFI ആണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. SFIക്ക് മുഖ്യമന്ത്രി നൽകുന്നത് പൂർണ്ണ പിന്തുണ. ലഹരി വ്യാപനം അവസാനിപ്പിക്കണമെങ്കിൽ SFIയെ പിരിച്ചുവിടണമെന്നും ചെന്നിത്തല. കൊരട്ടി ചിറങ്ങരയിൽ ജനവാസ മേഖലയിൽ പുലിയിറങ്ങി. പ്രദേശവാസി ധനേഷിന്റെ വളർത്തുനായിയെ പുലി പിടിച്ചതായി സംശയം. സ്ഥലത്ത് വനം വകുപ്പ് പരിശോധന നടത്തി. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായി ഒരാഴ്ചക്കിടെ സംസ്ഥാനത്ത് പിടിച്ചെടുത്തത് 1.9 കോടിയുടെ ലഹരി വസ്തുക്കൾ. 1.5 കിലോയോളം കഞ്ചാവുമായി കയ്പമംഗലത്ത് ബീഹാർ സ്വദേശികൾ പിടിയിൽ. മറ്റുള്ളവർക്ക് വോട്ട് കുത്തിക്കൊടുക്കുന്ന യന്ത്രങ്ങളായി ഈഴവ സമുദായം മാറിയെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സാമുദായിക ശക്തി സമാഹരണത്തിലൂടെ മാത്രമേ സാമൂഹിക നീതി നേടാനാവൂവെന്ന തിരിച്ചറിവുണ്ടാകണമെന്നും വെള്ളാപ്പള്ളി. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ്. തൃശൂരടക്കം 10 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. നമസ്കാരം. വിശദമായ വാർത്തകളിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പുതിയ മേൽശാന്തിയായി എടപ്പാൾ വട്ടംകുളം കവപ്ര മാറത്ത് അച്യുതൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. അധ്യാപകനും ഭാഗവതാചാര്യനുമായ അച്യുതൻ നമ്പൂതിരി ആദ്യമായാണ് മേൽശാന്തിയാകുന്നത്. 52 വയസ്സുള്ള അച്യുതൻ നമ്പൂതിരി 4ാം തവണയാണ് മേൽശാന്തി സ്ഥാനത്തേക്ക് അപേക്ഷിക്കുന്നത്. 53 പേരാണ് ഇത്തവണ മേൽശാന്തി സ്ഥാനത്തേക്ക് അപേക്ഷകരായി ഉണ്ടായിരുന്നത്. ഇതിൽ 51 പേരെ ദേവസ്വം കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചു. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടുമായി നടന്ന കൂടിക്കാഴ്ചയിൽ 44 പേർ ഹാജരായി. ഇവരിൽ നിന്ന് യോഗ്യത നേടിയ 38 പേരുടെ പേരുകൾ എഴുതി വെള്ളിക്കുടത്തിൽ നിക്ഷേപിച്ചു. ഉച്ചപൂജയ്ക്കു ശേഷം നമസ്കാര മണ്ഡപത്തിൽ മേൽശാന്തി പുതുമന ശ്രീജിത്ത് നമ്പൂതിരി നറുക്കെടുത്തു. നിയുക്ത മേൽശാന്തി 12 ദിവസം ക്ഷേത്രത്തിൽ ഭജനമിരിക്കും. 31-ന് അടയാള ചിഹ്നമായ താക്കോൽക്കൂട്ടം ഏറ്റുവാങ്ങി പുറപ്പെടാ ശാന്തിയായി ചുമതലയേൽക്കും. ഏപ്രിൽ 1 മുതൽ 6 മാസമാണ് കാലാവധി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ്, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കേരളത്തിൽ മയക്കുമരുന്ന് വ്യാപകമാകുന്നതിന്റെ പ്രധാന ഉത്തരവാദി SFI എന്ന് രമേശ് ചെന്നിത്തല. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. ലഹരി വ്യാപനം അവസാനിപ്പിക്കണമെങ്കിൽ SFIയെ അടിയന്തരമായി പിരിച്ചുവിടുകയാണ് വേണ്ടതെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. 9 വർഷം ഭരിച്ച മുഖ്യമന്ത്രിക്ക് മയക്കുമരുന്നിനെതിരെ ഒന്നും ചെയ്യാനായില്ല. SFIക്ക് മുഖ്യമന്ത്രി പൂർണ്ണ പിന്തുണ നൽകുകയാണ് ചെയ്യുന്നത്. SFI എന്ന സംഘടന നടത്തുന്ന പ്രവർത്തനങ്ങൾ തടയാൻ CPM തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിലും കോട്ടയം റാഗിംഗും നടത്തിയത് SFI ആണ്. SFI മയക്കുമരുന്ന് മാഫിയയായി പ്രവർത്തിക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. കേരളത്തിൽ മയക്കുമരുന്ന് വ്യാപകമാക്കുന്നതിന്റെ പ്രധാന ഉത്തരവാദി SFI ആണ്. കേരളത്തിലെ കലാലയങ്ങളിൽ, ഹോസ്റ്റലുകളിലും വ്യാപകമായി മയക്കുമരുന്നുകൾ ഉപയോഗിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഈ SFI പിരിച്ചുവിടുകയാണ് വേണ്ടത്. ഇതിന് പൂർണ്ണ പ്രോത്സാഹനമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി നൽകുന്നത്. SFI സമ്മേളനത്തിൽ വെച്ച് നിങ്ങൾ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇതിന് ഏറ്റവും വലിയ ഉത്തരവാദിയാണ്. 9 വർഷമായി പിണറായി വിജയൻ കേരളം ഭരിക്കുന്നു. മയക്കുമരുന്ന് മാഫിയെ അമർച്ച ചെയ്യാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? എന്ത് നടപടി സ്വീകരിച്ചു? ഇപ്പോൾ കേരളത്തിലെ ഹോസ്റ്റലുകളിൽ പോയി റെയ്ഡ് ചെയ്യാൻ കേരള പോലീസിന് അനുവാദം കൊടുക്കുമോ? കൊച്ചിയിലെ പോലീസിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അവരെടുത്ത ഏറ്റവും നല്ല നടപടിയാണ്. ഇതുപോലെ നടപടി സ്വീകരിക്കാൻ തയ്യാറായാൽ, ശക്തമായ നടപടി ഉണ്ടായാൽ കേരളത്തിൽ ലഹരി മാഫിയയുടെ വേറിറക്കാൻ കഴിയും. ലഹരി മാഫിയ സംഘത്തിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സർക്കാർ ഉണരണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. INTUC ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലഹരിമുക്ത ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി NR സതീശൻ, അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത്, A പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. പങ്കാളിയായി നാടിനോടും ജനങ്ങളോടും ഉള്ള എന്റെ കടമ നിറവേറ്റുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു.
കൊരട്ടി ചിറങ്ങരയിൽ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി. ചിറങ്ങര പണ്ടാരത്തിൽ വീട്ടിൽ ധനേഷിന്റെ വീട്ടിലാണ് വെള്ളിയാഴ്ച രാത്രി പുലി എത്തിയതായി പറയുന്നത്. ധനേഷിന്റെ വീട്ടിൽ കെട്ടിയിട്ടിരുന്ന വളർത്തുനായിയെ കാണാതായിട്ടുണ്ട്. പുലി പിടിച്ചതായാണ് സംശയിക്കുന്നത്. തുടർന്ന് CCTV പരിശോധിച്ചപ്പോഴാണ് പുലിയെപ്പോലെ തോന്നിക്കുന്ന ഒരു ജീവി പോകുന്ന ദൃശ്യം കണ്ടത്. ഇതോടെ നാട്ടുകാർ പരിഭ്രാന്തിയിലായി. കൊരട്ടി പോലീസും മറ്റും സ്ഥലത്തെത്തി നിരീക്ഷണം നടത്തി. അതിരപ്പള്ളി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായി ഒരാഴ്ചക്കിടെ സംസ്ഥാനത്ത് പിടിച്ചെടുത്തത് 1.9 കോടിയുടെ ലഹരി വസ്തുക്കൾ. 554 മയക്കുമരുന്ന് കേസ് എക്സൈസ് രജിസ്റ്റർ ചെയ്തു. കേസുകളിൽ 570 പേർ പ്രതികളാണ്. 3568 റെയ്ഡുകളും 33,709 വാഹന പരിശോധനയും നടന്നു. പോലീസ്, വനം, മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങിയ സേനകളുമായി ചേർന്നുള്ള 50 സംയുക്ത പരിശോധനകളും നടന്നു. സംയുക്ത പരിശോധനയിൽ 555 പേരെ പിടികൂടുകയും മയക്കുമരുന്ന് കടത്തിയ 27 വാഹനങ്ങളും പിടിച്ചെടുത്തു. പരിശോധനയിൽ 64.46 ഗ്രാം MDMA, 25.84 ഗ്രാം മെത്താഫിറ്റമിൻ, 39.56 ഗ്രാം ഹെറോയിൻ, 14.5 ഗ്രാം ബ്രൌൺ ഷുഗർ, 12.82 ഗ്രാം നൈട്രോസെഫാം ഗുളികകൾ എന്നിവ പിടികൂടി. 113.63 കിലോ കഞ്ചാവ്, 14.8 കിലോ കഞ്ചാവ് കലർത്തിയ ചോക്ലേറ്റ്, 9.8 ഗ്രാം കഞ്ചാവ് കലർത്തിയ ബാങ്, 29.7 ഹാഷിഷ് ഓയിൽ, 20 ഗ്രാം ചരസ് എന്നിവയും പിടിച്ചെടുത്തു. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട പരിശോധനയിൽ 450 അബ്കാരി കേസുകളും 2028 പുകയില കേസുകളും പിടിച്ചിട്ടുണ്ട്. 10,430 ലിറ്റർ സ്പിരിറ്റ്, 931.64 ലിറ്റർ അനധികൃത വിദേശ മദ്യം, 3048 ലിറ്റർ വാഷ്, 82 ലിറ്റർ ചാരായം, 289.66 കിലോ പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയും എക്സൈസ് പിടികൂടി. ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ കയ്പമംഗലത്ത് 1.5 കിലോയോളം കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിലായി. ബീഹാർ സ്വദേശികളായ ബാസിഹ, ഷെയ്ഖ് നയിം മുഹമ്മദ് ഗൌറാഖ് എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് പിടികൂടിയത്. ഇവർ താമസിച്ചിരുന്ന പെരിമംഗലത്ത് നിന്നുള്ള വീട്ടിൽ നിന്ന് 1.5 കിലോ കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു. ചെറിയ പാക്കുകളിലായി വിതരണത്തിന് തയ്യാറാക്കിയ നിലകളിലായിരുന്നു കഞ്ചാവ്. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ KR ബിജു, സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് സിയാദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുനിൽകുമാർ, ഗിരീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ സൂരജ്, KS അനന്തു എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മെത്താഫിറ്റമിനും കഞ്ചാവുമായി യുവാവ് കോലഴി എക്സൈസിന്റെ പിടിയിലായി. അഞ്ഞൂർ തലക്കോട്ടൂർ വീട്ടിൽ എബിനെയാണ് അറസ്റ്റ് ചെയ്തത്. 3.616 ഗ്രാം മെത്താഫിറ്റമിൻ, 92 ഗ്രാം കഞ്ചാവ് എന്നിവ ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു. കൈപ്പറമ്പ്, മുണ്ടൂർ, കേച്ചേരി മേഖലയിൽ രാസലഹരിയും കഞ്ചാവും വിൽപ്പന നടത്തുന്നതിനിടയിലാണ് യുവാവിനെ എക്സൈസ് സംഘം സാഹസികമായി പിടികൂടിയത്. ഇയാൾ സഞ്ചരിച്ച സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ AC ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. മറ്റുള്ളവർക്ക് വോട്ടുകുത്തി കൊടുക്കുന്ന യന്ത്രങ്ങളായി ഈഴവ സമുദായം മാറിയെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. SNDP യോഗം കൊടകര യൂണിയൻ സംഘടിപ്പിച്ച നേതൃസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മറ്റൊരു ദിവസം പ്രയത്നത്തിലൂടെ തന്നെയാണ് ഇങ്ങനൊരു ആദരവ് എല്ലാവരുടെ പേരിലും സ്നേഹ ആദരവ് അർപ്പിക്കുകയാണ്. വളരെ കൊല്ലങ്ങൾക്ക് വെച്ചുകൊണ്ട് ബാക്കിയുള്ളവർക്ക് വോട്ട് കുത്തി കൊടുക്കാനുള്ള യന്ത്രങ്ങളായി ഈഴവ സമുദായം മാറിയപ്പോൾ കേരളത്തിലെ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക രംഗത്ത് ഈഴവനിടനിൽക്കുന്നു. ഈഴവനെല്ലാം തൊഴിലുറപ്പ് ന്റെ ഭാര്യയും മക്കളുമാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ. കൂടുതൽ ഈ സ്ഥിതിക്ക് മാറ്റം വരണമെങ്കിൽ ഈഴവർക്ക് രാഷ്ട്രീയ അധികാരം കൈവരണം. സാമുദായിക ശക്തി സമാഹരണത്തിലൂടെ മാത്രമേ സാമൂഹിക നീതി നേടാനാകൂ എന്ന തിരിച്ചറിവുണ്ടാകണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. യൂണിയൻ വൈസ് പ്രസിഡന്റ് PK സുഗതൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ അശ്വിനി ദേവ് തന്ത്രി, യൂണിയൻ സെക്രട്ടറി KR ദിനേശൻ, അനൂപ് K ദിനേശൻ, നന്ദകുമാർ ചക്കമല്ലിശ്ശേരി, NB മോഹനൻ, സുമാ ഷാജി, AB വിശ്വംഭരൻ എന്നിവർ സംസാരിച്ചു. നാഷണൽ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് നേടിയ ഡോക്ടർ അമൽ C രാജൻ, JRF അവാർഡ് നേടിയ NB ലക്ഷ്മി എന്നിവരെയും ചടങ്ങിൽ വെള്ളാപ്പള്ളി നടേശൻ ആദരിച്ചു. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂരടക്കം 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പ്.
പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ബി.ജെ.പി. തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് തൃശൂർ TCV ഓഫീസ് സന്ദർശിച്ചു. TCV സബ് കമ്മിറ്റി ചെയർമാൻ CA ബൈജു, ഡയറക്ടർ ജേക്കബ് ജെറോം എന്നിവർ ചേർന്ന് ജസ്റ്റിൻ ജേക്കബിനെ സ്വീകരിച്ചു. TCV ജനറൽ മാനേജർ മനോജ് കമ്മത്ത്, ന്യൂസ് എഡിറ്റർ ഫിന്നി ലൂയിസ്, BJP മീഡിയ ഇൻചാർജ് മോഹനചന്ദ്രൻ എന്നിവർ സന്നിഹിതരായിരുന്നു. തൃശൂരിന്റെ ജില്ലാ ചാനലായ TCV മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്ന് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. TCV വലിയ തോതിൽ ഗ്രാമങ്ങളിൽ നെറ്റ്വർക്കുള്ള ഒരു സംവിധാനമാണ്. ജില്ലയുടെ സ്വന്തം ചാനലാണ് TCV. വലിയ രീതിയിൽ ഉന്നതങ്ങളിലെത്താൻ TCVക്ക് സാധിച്ചിട്ടുണ്ട്. എന്തായാലും TCVയുടെ പ്രവർത്തനം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുമായും ജനകീയ വിഷയങ്ങളിലെല്ലാം സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ചാനലാണ്. ഈ ചാനലിന് എല്ലാവിധ ആശംസകളും നേരുന്നു. തളിക്കുളം ഇടശ്ശേരിയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കാറിടിച്ച് വീട്ടമ്മ മരിച്ചു. ഇടശ്ശേരി പുതിയ വീട്ടിൽ മജീദിന്റെ ഭാര്യ 64 വയസ്സുള്ള റഷീദയാണ് മരിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു അപകടം. ഭർത്താവ് മജീദിനെ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത്. ഉടൻ തന്നെ ഇവരെ ഏങ്ങണ്ടൂർ MI ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ കോർപ്പറേഷനും ആൽഫ പാലിയേറ്റീവ് കെയറും സംയുക്തമായി ശക്തൻ നഗറിൽ ഒരുക്കുന്ന ഡയാലിസിസ് കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു. തൃശൂരിന്റെ വികസന ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന പദ്ധതിക്കാണ് തറക്കല്ലിട്ടതെന്ന് മന്ത്രി പറഞ്ഞു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ വർഗീസ് കണ്ടംകുളത്തി, സാറാമ റോബ്സൺ, സിന്ധു ആന്റോ ചാക്കോള, സജിത ഷിബു, സെക്രട്ടറി VP ഷിബു, ആൽഫ പാലിയേറ്റീവ് കെയർ ട്രസ്റ്റി രവി കണ്ണമ്പുള്ളി തുടങ്ങിയവർ സംസാരിച്ചു. പൈസയും മരുന്നിന്റെ പൈസയൊക്കെ വേറെ കൊടുക്കേണ്ടി വരും. ഡയാലിസിസ് കേന്ദ്രം 100 പേർക്ക് സംവിധാനം തൃശൂർ കോർപ്പറേഷന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പഴയ കൊച്ചിൻ പാലം ഇനി ഓർമ്മയാകുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൊച്ചിൻ പാലം പൊളിച്ചു മാറ്റാനുള്ള ഉത്തരവ് ഉടനിറങ്ങും. പാലം തകർന്നു കിടക്കുന്നതിനെപ്പറ്റി MLA P മമ്മിക്കുട്ടി നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് മറുപടി നൽകിയിരുന്നു. ഇതോടെയാണ് പാലം പൊളിച്ചു മാറ്റാനുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. ഇതിനായി PWD പാലം വിഭാഗം ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള 4 അംഗ സംഘത്തിന്റെ റിപ്പോർട്ട് അടുത്ത ദിവസം സർക്കാരിന് കൈമാറും. പൊളിച്ചു മാറ്റുന്നത് ഏത് രീതിയിലാണെന്നതുൾപ്പെടെയുള്ള റിപ്പോർട്ടാണ് കൈമാറുക എന്ന് P മമ്മിക്കുട്ടി MLAയുടെ ഓഫീസ് അറിയിച്ചു. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് കൊച്ചി മഹാരാജാവ് രാമവർമ്മയുടെ ആഗ്രഹപ്രകാരം തിരുകൊച്ചിയെയും മലബാറിനെയും ബന്ധിപ്പിക്കുന്ന കൊച്ചിൻ പാലം നിർമ്മിച്ചത്. 2011 പഴയ പാലത്തിന്റെ സ്പാനുകൾ നിലം പൊത്തിയത്. പ്രളയകാലത്തായിരുന്നു കൂടുതൽ സ്പാനുകൾ പൊളിഞ്ഞു വീണത്. ഇതോടെ പാലത്തിലേക്കുള്ള പ്രവേശനമുൾപ്പെടെ പൊതുമരാമത്ത് വകുപ്പ് നിയന്ത്രിച്ചു. അതേസമയം പാലം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു. എന്നാൽ പഴയ പാലം നിലനിർത്താനാവില്ലെന്നായിരുന്നു PWDയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ പൊളിച്ചുമാറ്റാനും തീരുമാനമെടുത്തിരുന്നു. ഇത് ഏത് രീതിയിൽ പൊളിച്ചു മാറ്റണമെന്നതായിരുന്നു ആശങ്ക. സുരക്ഷിതമായും പുഴയ്ക്ക് ആഘാതമേൽപ്പിക്കാതെയും പൊളിച്ചുമാറ്റാനുള്ള നടപടിയാണ് PWD എടുക്കുക. 1800കളിൽ പാലം നിർമ്മിച്ചതായാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. ആദ്യകാലത്ത് പാലത്തിന് മുകളിലൂടെ തീവണ്ടിയും റോഡ് ഗതാഗതവുമുണ്ടായിരുന്നു. പിന്നീടാണ് തീവണ്ടിക്കായി പാലം നിർമ്മിച്ചത്. പാലം പൊളിച്ചുമാറ്റുന്നതോടെ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രശേഷിപ്പ് തന്നെ ഇല്ലാതാകുമെന്ന് ഉറപ്പായി. TCV ന്യൂസ്, ചെറുതുരുത്തി. റോഡരികിൽ തള്ളിയ മാലിന്യം 24 മണിക്കൂറിനുള്ളിൽ തിരിച്ചടിപ്പിച്ച് പിഴ ഈടാക്കി മാടക്കത്ര പഞ്ചായത്തും ആരോഗ്യവകുപ്പും. മാടക്കത്ര ചിറക്കക്കോട് 6 കല്ല് റോഡിലാണ് കഴിഞ്ഞ ദിവസം വാഹനത്തിൽ കൊണ്ടുവന്ന് പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ റോഡരികിൽ തള്ളിയത്. തുടർന്ന് പഞ്ചായത്ത് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും ആരോഗ്യവകുപ്പും നടത്തിയ പരിശോധനയിൽ മാലിന്യം തള്ളിയവരുടെ ഫോൺ നമ്പർ ലഭിക്കുകയും പഞ്ചായത്തിൽ വന്ന് പിഴയടയ്ക്കാൻ നോട്ടീസ് നൽകുകയും ചെയ്തു. തൃശൂർ ടൗണിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളാണ് വഴിയിൽ തള്ളിയത്. 10,000 രൂപ പിഴ ഈടാക്കിയ പഞ്ചായത്ത് മാലിന്യം തള്ളിയവരെ കൊണ്ട് തന്നെ റോഡരികിൽ എല്ലാം ക്ലീൻ ചെയ്യിപ്പിക്കുകയായിരുന്നു. മാടക്കത്ര ഹെൽത്ത് ഇൻസ്പെക്ടർ M അഭയകുമാർ, എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരായ ശ്രീകൃഷ്ണകുമാർ, ശാലു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ പരിശോധന തുടരുമെന്ന് മാടക്കത്ര പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹൻ അറിയിച്ചു. കടങ്ങോട് പഞ്ചായത്തിലെ വാർഡ് 15 ഉൾപ്പെടുന്ന പുതിയ മാത്തൂർ പാടശേഖരത്തിലേക്കുള്ള നേർച്ചാൽ സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തുന്നതിനെതിരെ പ്രതിഷേധം.
LDF പഞ്ചായത്ത് സമിതി ഇതിന് കൂട്ടുനിൽക്കുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. പുതിയ മാത്തൂർ പാടശേഖര കമ്മിറ്റിയിൽ ഉൾപ്പെടുന്ന സ്ഥലത്തെ നീർച്ചാൽ സ്വകാര്യ വ്യക്തി മണ്ണിട്ട് ആ വ്യക്തിയുടെ നിലത്തിനോട് ചേർന്നാണ് കിടക്കുന്നത്. മഴക്കാലത്ത് പാടശേഖരത്തിലേക്ക് വെള്ളമൊഴുകിയിരുന്ന കൽക്കഴ എന്ന നീർച്ചാൽ സ്വകാര്യ വ്യക്തി വലിയ രീതിയിൽ മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. കാർഷിക ആവശ്യങ്ങൾക്കു വേണ്ടി ഉപയോഗിച്ചിരുന്ന നീർച്ചാൽ പഞ്ചായത്ത് ഭരണസമിതിയുടെയും പ്രസിഡന്റിന്റെയും മൗന അനുമതിയോടെയാണ് നികത്തുന്നതെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം ആരോപിച്ചു. മാത്തൂര് പാടത്ത് ഒരു കൽക്കായ ഒരുപാട് കാലമായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ്. അവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ വളരെ അങ്ങേറ്റം നല്ല രീതിയിൽ അത് ഒലിച്ചു പോയി കൊണ്ടിരുന്ന ഒരു പ്രദേശമാണ് ഇപ്പം നമ്മളിൽ നിന്ന് സംസാരിക്കുന്ന ഈ പറമ്പ്. ഇപ്പോൾ ഒരു സ്വകാര്യ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇപ്പം അത് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വകാര്യ വ്യക്തികൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളാണ് ഇവിടുത്തെ കണങ്ങോട് ഗ്രാമപഞ്ചായത്ത് ഭരണാധികാരികളും ഉദ്യോഗസ്ഥന്മാരും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ പരാതി പ്രകാരം വില്ലേജ് കൃഷി ഓഫീസർമാർ സ്ഥലം സന്ദർശിച്ചു. നികത്തലിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് ഇത്തരത്തിലുള്ള അനധികൃത പ്രവർത്തനങ്ങളും അഴിമതികളും കണ്ടില്ലെന്ന് നടിക്കുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്ന് മണ്ഡലം വൈസ് പ്രസിഡന്റ് വിഷ്ണു ചിറമനേങ്ങാട് അറിയിച്ചു. കങ്ങോട് പഞ്ചായത്ത് ഭരണസമിതിയുടെ കീഴിൽ ഇത്തരത്തിലുള്ളൊരു ഈ മണ്ണിട്ട് നികത്തണ ഇത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡ് കൂടിയായിട്ടുള്ള ഈ ഒരു വാർഡിൽ നടക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിനെതിരായിട്ട് കണ്ണടച്ച ഒരു സമീപനമാണ് കാണുന്നത്. ഇത്തരത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുന്നോട്ട് പോക്കെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഇതിനെതിരായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകും എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ചന്ദ്രാപിന്നിയിൽ ഇതര സംസ്ഥാന തൊഴിലാളി വീട് ആക്രമിച്ചു. ചന്ദ്രാപിന്നി സെന്ററിന് കിഴക്ക് ചാലിശ്ശേരി ഷാജിയുടെ വീടാണ് ആക്രമിച്ചത്. വീടിന്റെ അടുക്കള ഭാഗത്തെ 2 ജനൽ ചില്ലുകളും കിടപ്പുമുറിയുടെ ജനൽ ചില്ലും അടിച്ചു തകർത്തു. തുടർന്ന് ഇയാൾ കോളിംഗ് ബെൽ അടിക്കുകയും വീട്ടുകാർ ഭയന്ന് വാതിൽ തുറക്കാതിരുന്നതോടെ സമീപത്തെ വേദോട്ടിൽ കൃഷ്ണകുമാറിന്റെ വീട്ടിലെത്തി നാശനഷ്ടമുണ്ടാക്കുകയും ചെയ്തു. സംഭവം അറിഞ്ഞെത്തിയ പോലീസ് ജാർഖണ്ഡ് സ്വദേശിയെ കസ്റ്റഡിയിലെടുത്തു. TCV ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ജീവിതമാണ് ലഹരി. ലഹരി കൈമാറ്റ കേന്ദ്രമായി പാലിയേക്കര ടോൾ പ്ലാസ പരിസരം. പോലീസ് നിരീക്ഷണത്തിൽ 30ഓളം പേർ. ദേശീയപാതയിൽ പാർക്കിംഗ് സൗകര്യമുള്ള ഇടങ്ങളിൽ ക്യാമറ സ്ഥാപിക്കണമെന്ന നിർദ്ദേശവുമായി പോലീസ്. രാവും പകലുമില്ലാതെ പാലിയേക്കര ടോൾ പ്ലാസ പരിസരത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ ലഹരി വസ്തുക്കളുടെ കൈമാറ്റമാണ് നടക്കുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിക്കുന്ന കഞ്ചാവ്, MDMA തുടങ്ങിയ മയക്കുമരുന്നുകൾ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് എത്തിക്കുന്നതിനായുള്ള കൈമാറ്റമാണ് പാലിയേക്കരയിൽ നടക്കുന്നതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ടോൾ പ്ലാസ പരിസരത്ത് രാത്രികാലങ്ങളിൽ ചരക്ക് ലോറികളും കുടുംബവുമായി എത്തുന്ന നിരവധി വാഹനങ്ങളും സൗകര്യങ്ങൾ നോക്കി പാർക്ക് ചെയ്യുന്നത് പതിവാണ്. ഇതിന്റെ മറവിൽ ലഹരി സംഘങ്ങളും എത്തുന്നുണ്ടെന്നാണ് വിവരം. ഇവിടെ കൃത്യമായി പരിശോധന നടത്താൻ പോലീസിന് കഴിയാത്തതും ലഹരി മാഫിയയ്ക്ക് ഗുണകരമാകുന്നുണ്ട്. ശക്തമായ പെട്രോളിംഗ് നടത്താൻ പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ വേണ്ടത്ര ഉദ്യോഗസ്ഥരില്ലാത്തത് പ്രതിസന്ധിക്കിടയാക്കുന്നുണ്ട്. 5 പഞ്ചായത്തുകളുടെ പരിധികൾ നോക്കേണ്ട സ്റ്റേഷനിൽ രാത്രികളിൽ 2 ഉദ്യോഗസ്ഥർ മാത്രമാണുള്ളത്. ഈ സാഹചര്യത്തിലാണ് പാലിയേക്കരയിലും ദേശീയപാതയിലെ തിരക്കേറിയ മറ്റ് ജംഗ്ഷനുകളിലും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന നിർദ്ദേശം പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത്. പുതുക്കാട് സ്റ്റേഷൻ പരിധിയിൽ കഞ്ചാവ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നിരീക്ഷണത്തിലുള്ള 30ഓളം പേർ പാലിയേക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പോലീസ് പുറത്തുവിടുന്ന വിവരം. 10 കിലോ മുതലാണ് ഇവർ കൈമാറ്റം നടത്തുന്നത്. ചെറുപൊതികളിലാക്കി സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും വിതരണം ചെയ്യുന്നതാണ് ഇവരുടെ രീതി. വേനലവധിക്ക് സ്കൂളുകൾ അടയ്ക്കാൻ പോകുന്ന സമയമായതിനാൽ ലഹരി സംഘങ്ങൾ കൂടുതൽ ശക്തമാകുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. ലഹരി സംഘത്തിൽ ഉൾപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. TCV പുതുക്കാട്. സമൂഹത്തിൽ ലഹരിയുടെ ഉപയോഗം കൂടി വരുന്നുവെന്നും കുട്ടികളായാലും മുതിർന്നവരായാലും നശിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്നും ഡെപ്യൂട്ടി മേയർ ML റോസി പറഞ്ഞു. ഈ മഹാവിപത്തിനെ എങ്ങനെ തരണം ചെയ്യുമെന്ന് കാലോചിതമായി ചിന്തിക്കണമെന്നും അതിനുവേണ്ടിയുള്ള നടപടികൾ ഊർജിതമാക്കണമെന്നും ML റോസി പറഞ്ഞു. ലഹരി എന്ന മയക്കുമരുന്ന് മറ്റുള്ളതൊക്കെ ഉപയോഗങ്ങൾ കൂടി വരുന്നു. ആകെ കുട്ടികളായാലും വലിയവരായാലും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നീങ്ങുന്നത്. അടുത്ത ജനറേഷൻ എങ്ങനെയായി തീരുമെന്ന് അറിയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത്. ഇതൊക്കെ ഒരു ജനകീയമായി തീർത്തില്ലെങ്കിൽ വരുംകാലം എങ്ങനെയായി തീരും? ഇങ്ങനെയാണ് കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ ഏറ്റവും ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ അവരെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാകുന്ന നാശനഷ്ടങ്ങൾ മാത്രമല്ല, മരണം വരെ സംഭവിക്കുന്നു. ഈ മരണം എന്ന് പറയുമ്പോൾ ഇന്ന് 14-15
12 വയസ്സായ കുട്ടികൾക്ക് എന്താണ് ചെയ്യേണ്ടത്, ഇതിൻ്റെ ദുരന്താവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെ തന്നെ ലഹരിക്ക് അടിമകളായി അവർ തോന്നുന്ന പ്രസ്ഥാനങ്ങൾ അവരിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് അവർ മറ്റുള്ളവർക്ക് നാശനഷ്ടമായി തീരുകയാണ്. അവരുടെ കുടുംബങ്ങൾ മാത്രമല്ല, വിദ്യാലയങ്ങൾ മാത്രമല്ല, അധ്യാപകർ മാത്രം പേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ നീങ്ങുന്നത്. ഇത് വളരുന്ന തലമുറയ്ക്ക് ദോഷം ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പ്രത്യുത്തരമായിട്ടാണ് ഞാൻ കാണുക. ഇന്ന് എവിടെ നോക്കിയാലും കൂട്ടം കൂടി എന്തിനും നേരിടുന്ന ഒരു മടിയില്ലാത്ത കാലഘട്ടത്തിലൂടെ അവരെ നിയന്ത്രിക്കുന്നത് ലഹരിയാണ്, ലഹരി പദാർത്ഥങ്ങളാണ്. ആ മയക്കുമരുന്ന് എവിടെ വെച്ച് നിൽക്കുന്നു, എവിടെ എങ്ങനെയാകുന്നു, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് എന്താണ്, ഞാൻ ചിന്തയിലൂടെ എന്തൊക്കെയാണ് നാശനഷ്ടം വരുത്തുമെന്ന് അറിയാത്ത ഒരു കാലഘട്ടത്തിൽ പോകുമ്പോൾ നമ്മളതിന് ഇതുപോലുള്ള സംവിധാനങ്ങൾക്ക് ക്ലാസ് കൊടുത്തുകൊണ്ടും വളരെയേറെ പ്രസ്ഥാനങ്ങൾ ഇറക്കിക്കൊണ്ടും ലഹരിയുടെ ദോഷവശങ്ങളെ പറ്റി മനസ്സിലാക്കിക്കൊണ്ടും മുന്നോട്ട് നീങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ലൊരു നാളേക്കുള്ള ഒരു സമ്പത്തായി ലഹരിക്ക് വേണ്ടി മുതിർന്ന നിങ്ങളേവരെയും വളരെ സന്തോഷത്തോടെ ഉപയോഗിച്ചുകൊണ്ട് നിർത്തുകയാണ്. കുന്നംകുളത്ത് ഇതര സംസ്ഥാന തൊഴിലാളിയെ കുപ്പികൊണ്ടടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഫോറൻസിക് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്ത് പരിശോധന നടത്തി. സയന്റിഫിക് ഓഫീസർ ആൻഷിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കുന്നംകുളം നടുപ്പന്തിയിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിച്ചിരുന്ന വാടക ക്വാർട്ടേഴ്സിൽ പരിശോധന നടത്തിയത്. മർദ്ദനത്തിൽ മുഖത്ത് ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ ഒരു കണ്ണ് പുറത്തുവന്ന നിലയിലാണ്. വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഛത്തീസ്ഗഡ് സ്വദേശി പ്രഹ്ലാദ് എന്നയാൾക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ 2 പേരെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പരിക്കേറ്റയാളുടെ നില അതീവ ഗുരുതരമാണ്. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിയോടെ പ്രഹ്ലാദിനെ അസഭ്യം വിളിച്ചത് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിൽ വാടക ക്വാർട്ടേഴ്സിൽ വെച്ച് ഏറ്റുമുട്ടിയത്. സംഭവത്തിൽ ഒപ്പം താമസിക്കുന്ന ഛത്തീസ്ഗഡ് സ്വദേശികളായ രാജു കർസാൽ, രാമണൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർമാരായ ഫക്രുദ്ദീൻ, സുകുമാരൻ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജോഷി എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ കാവിൽക്കടവ് തോടിന് സമീപം അനധികൃതമായി സ്ഥാപിച്ച തട്ടുകടകൾ നഗരസഭാ അധികൃതർ പൊളിച്ചു നീക്കി. നഗരസഭാ വെൻഡിംഗ് കമ്മിറ്റിയുടെ അംഗീകാരമില്ലാത്ത കടകളാണ് പൊളിച്ചു നീക്കിയതെന്ന് അധികൃതർ അറിയിച്ചു. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന മറ്റു തട്ടുകടകൾക്ക് നഗരസഭ നോട്ടീസ് നൽകി. അനധികൃത കച്ചവടം നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. ആളൂരിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി സഹോദരങ്ങളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. ആളൂർ കച്ചേരിപ്പടി സ്വദേശി ഇല്ലത്തുപറമ്പിൽ വീട്ടിൽ മുഹമ്മദ് ജാസിക്കിനെയാണ് ആളൂർ പോലീസ് പിടികൂടിയത്. ആളൂർ വട്ടപ്പറമ്പിൽ അമീഷിന്റെ വീട്ടിലേക്ക് 4 പേർ അതിക്രമിച്ചു കയറി അമീഷിന്റെ കഴുത്തിന് നേരെ കൊടുവാൾ കൊണ്ട് വെട്ടുകയായിരുന്നു. അമീഷിന്റെ ചേട്ടൻ തടഞ്ഞപ്പോൾ ഇടത് കൈയിലെ വിരലുകൾ അറ്റുപോവുകയും അമീഷിനെ ഇരുമ്പ് കൈകൊണ്ട് അടിച്ചും പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലാണ് അറസ്റ്റ്. പണം കടം ചോദിച്ചത് കൊടുക്കാത്തതിനുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ആളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KM ബിനീഷ്, ഡാൻസ് ഓഫ് സബ് ഇൻസ്പെക്ടർ ജയകൃഷ്ണൻ തുടങ്ങിയവർ പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരിലെ പടാക്കുളത്തിനോട് ചേർന്ന് നഗരസഭ പുലർത്തുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വാർഡ് കൌൺസിലർ TS സജീവന്റെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞം നടത്തി. മേജർ ജനറൽ വിവേകാനന്ദൻ, പടാക്കുളം റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ ദീപ രാജേന്ദ്രൻ, അനിൽകുമാർ, അജയൻ, കണ്ണൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ON ജയദേവൻ, കൌൺസിലർ പരമേശ്വരൻകുട്ടി തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ജീവനെടുക്കുന്ന ലഹരിയല്ല, ജീവൻ നൽകുന്ന ലഹരിയാണ് നമുക്ക് വേണ്ടത് എന്ന ആപ്തവാക്യവുമായി ബ്ലഡ് ഡോണേഴ്സ് കേരള തൃശൂർ കൂട്ടയോട്ടം സംഘടിപ്പിക്കുന്നു. റൺ എഗൈൻസ്റ്റ് ഡ്രഗ്സ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന കൂട്ടയോട്ടം നാളെ രാവിലെ 6-ന് തേക്കിൻകാട് മൈതാനത്ത് നിന്ന് ആരംഭിക്കും. റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം നിർവഹിക്കും. കിഴക്കേക്കോടാലി SNDP ശാഖായോഗത്തിന് കീഴിലെ ഹിന്ദു ധർമ്മ പ്രകാശിനി ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം ആഘോഷിച്ചു. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കാവടി സെറ്റുകൾ ആഘോഷത്തിൽ പങ്കാളികളായി. കാഴ്ചശീവേലി, അഷ്ടാഭിഷേകം എന്നിവ നടന്നു. തുടർന്ന് വിവിധ സമാജങ്ങളുടെ കാവടിയാട്ടം ഉണ്ടായി.
പോർക്കുളം പഞ്ചായത്തിൽ പാലിയേറ്റീവ് ദിനാചരണവും കുടുംബ സംഗമവും നടത്തി. പഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി അരികെ എന്ന പേരിൽ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സംഗമം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മം വേണുഗോപാൽ മുഖ്യാതിഥിയായി. മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് പി വി ശോഭന പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സിന്ധു ബാലൻ, ഷാരിക സുനിൽ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ജെ ജ്യോതിസ്, പി സി കുഞ്ഞുൻ, അഖില, മുകേഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ആർ പ്രേംരാജ് എന്നിവർ സംസാരിച്ചു. വാർഡ് മെമ്പർമാർ, ആശാ പ്രവർത്തകർ എന്നിവരും പാലിയേറ്റീവ് അംഗങ്ങളും പങ്കെടുത്തു. ചടങ്ങിൽ പാലിയേറ്റീവ് രോഗികൾക്കുള്ള കിറ്റ് വിതരണവും പാലിയേറ്റീവ് നഴ്സ് അജിതയെ ആദരിക്കലും ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ നിർവഹിച്ചു. തുടർന്ന് കലാപരിപാടികളും ഉണ്ടായിരുന്നു. കടവല്ലൂർ കൊള്ളഞ്ചേരി തോടിന്റെ അറ്റകുറ്റപ്പണികൾ പുനരാരംഭിച്ചു. കഴിഞ്ഞ വർഷം പാതിയിൽ നിർത്തിയ ജോലികളാണ് ഇപ്പോൾ നടത്തുന്നത്. തോടുകളുടെ ആഴം കൂട്ടുകയും ബണ്ട് വരമ്പ് ബലപ്പെടുത്തുകയും ചെയ്യുന്നതിന് 2 വർഷം മുൻപ് 40 ലക്ഷം രൂപ അനുവദിച്ചിരുന്നെങ്കിലും പണികൾ പൂർത്തിയായിരുന്നില്ല. പഞ്ചായത്തിലെ മുഴുവൻ തോടുകളും ഇത്തരത്തിൽ നവീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. തോടുകളുടെ ശോച്യാവസ്ഥ മൂലം കടവല്ലൂരിൽ നെൽകൃഷി അവതാളത്തിലായിരുന്നു. ഇനി TCV ന്യൂസ് ക്യാമ്പയിൻ വെള്ളം പൊള്ളും. നാശത്തിന്റെ വക്കിലെത്തിയ കാണിച്ചാന്തുറയിലെ ഓക്സ്ബോ ശുദ്ധജലത്തിന്റെ സമൃദ്ധിയിലേക്ക്. കടുത്ത വേനൽ മുന്നിൽ കണ്ടാണ് കാടുകുറ്റി പഞ്ചായത്ത് പരിധിയിലുള്ള ഈ ജലാശയം നവീകരിച്ചത്. ഓക്സ്ബോ തടാക നവീകരണത്തിന് ബജറ്റിൽ 2 കോടി രൂപ വകയിരുത്തിയെങ്കിലും പണം ലഭ്യമാകാത്തതിനാലാണ് താൽക്കാലികമായി നവീകരണം നടത്തിയത്. ഓക്സ്ബോ തടാകം പൂർണ്ണമായി നവീകരിച്ചാൽ കാർഷിക മേഖലയിൽ വലിയ മാറ്റമുണ്ടാക്കാനും കുടിവെള്ളക്ഷാമം പരിഹരിക്കാനും കഴിയും. ഏറ്റവും വലിയ ജലാശയമായ കണിച്ചാന്തുറ നവീകരിക്കപ്പെടുക എന്നുള്ളത് വലിയൊരു ആശ്വാസത്തിന് വക നൽകുന്ന ഒന്നാണ്. ഒട്ടേറെ ജലസേചന പദ്ധതികൾക്ക് സാധ്യതയുള്ള ഈ തടാകം ഇതോടൊപ്പം തന്നെ പ്രാദേശികമായ ഗ്രാമീണ ടൂറിസം മേഖലയ്ക്കും വലിയ സംഭാവന നൽകും എന്നുള്ളത് തീർച്ചയാണ്. എന്തായാലും ഏകദേശം അരനൂറ്റാണ്ടിന് ശേഷം നടക്കുന്ന ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആഹ്ലാദം നൽകുന്ന ഒന്നാണ്. ചാലക്കുടി പുഴയുടെ ഭാഗമായ ഓക്സ്ബോയുടെ താൽക്കാലിക നവീകരണം മാത്രമാണ് നടന്നിട്ടുള്ളത്. പഞ്ചായത്തിന്റെ 2 ലക്ഷം രൂപയും കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ 8 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് നവീകരണം നടത്തിയത്. പുഴയിൽ നിന്ന് കാടുകുറ്റി പഞ്ചായത്ത് പരിധിയിൽ മാത്രമാണ് നവീകരണം നടത്തിയിട്ടുള്ളത്. പുഴയുടെ ഭാഗമായി കാളയുടെ മുതുകുപോലെ ഒഴുകുന്ന ഓക്സ്ബോ തടാകം നവീകരിക്കുന്നത് ഏറെ കാലമായുള്ള ആവശ്യമായിരുന്നു. മണ്ണും ചെളിയും അടിഞ്ഞുകൂടിയതിനാൽ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞിരുന്നു. പ്രദേശത്തെ കുടിവെള്ളത്തിനും ജലസേചനത്തിനും ആശ്രയിക്കുന്നത് ഈ തടാകത്തിലെ വെള്ളത്തിനെയാണ്. വെണ്ണൂർ തുറ പദ്ധതി ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ചെങ്കിലും നബാർഡ് കൈയൊഴിഞ്ഞതോടെ ഉപേക്ഷിക്കേണ്ടി വന്നു. 50 കോടി രൂപയുടെ പദ്ധതിയിൽ പ്രാരംഭ നടപടികൾക്കായി ലക്ഷങ്ങൾ ചെലവഴിച്ചിരുന്നു. വലിയ പ്രതീക്ഷ നൽകിയ പദ്ധതിയാണ് തുടക്കത്തിൽ തന്നെ അവതാളത്തിലായത്. കാർഷിക മേഖലയ്ക്കും കുടിവെള്ളത്തിനും ഏറെ പ്രയോജനം ലഭിക്കുന്ന പദ്ധതിയാണ് അവതാളത്തിലായത്. ത്രിതല പഞ്ചായത്തുകളും നബാർഡും ചേർന്നാണ് ഫണ്ട് ലഭ്യമാക്കുമെന്ന് പ്രഖ്യാപിച്ചത്. ഇതൊന്നും നടക്കാതെ വന്നപ്പോഴാണ് പദ്ധതിയുടെ ഒരു ഭാഗമായ ഓക്സ്ബോ നവീകരിക്കാൻ പഞ്ചായത്ത് നടപടിയെടുത്തത്. TCV ന്യൂസ് മാള. ശ്രീനാരായണപുരം പഞ്ചായത്തിൽ നിലക്കടല കൃഷി വിളവെടുപ്പ് നടന്നു. കോച്ചാലി പെരും തോടിന് സമീപം തരിശുഭൂമിയിൽ നടത്തിയ കൃഷിയുടെ വിളവെടുപ്പ് ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷത വഹിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി JLG ഗ്രൂപ്പുകളാണ് കൃഷി നടത്തിവരുന്നത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CC ജയ, വാർഡ് മെമ്പർ KR രാജേഷ്, പെരുംതോട് സംരക്ഷണ സമിതി ചെയർമാൻ TS ഷിജു തുടങ്ങിയവർ പങ്കെടുത്തു. വെങ്കിടങ്ങ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി നടപ്പിലാക്കുന്ന റമളാൻ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ആദ്യഘട്ടത്തിൽ കരുവന്തല, മുപ്പട്ടിത്തറ മേഖലകളിലെ കിടപ്പ് രോഗികൾക്കാണ് മുൻഗണന നൽകുന്നത്. വെങ്കിടങ്ങ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ഏർപ്പെടുത്തിയ ഇഫ്താർ കിറ്റും ആദ്യഘട്ട സാമ്പത്തിക സഹായ വിതരണവും മുസ്ലിം ലീഗ് വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PM മുഹസിൻ, സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അസ്ഗർ അലി തങ്ങൾ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. സാമൂഹ്യ സേവന സംഘടനയായ നീഡ്സിന്റെ ആഭിമുഖ്യത്തിൽ ലോക ഉപഭോക്തൃ ദിനം ആചരിച്ചു.
കാട്ടൂർ കാരാഞ്ചിറ സ്കൂളിൽ നടന്ന ചടങ്ങ് നീഡ്സ് പ്രസിഡന്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. നീഡ്സ് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ആർ ജയറാം അധ്യക്ഷനായിരുന്നു. രാജൻ തലൂർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. മിനി മോഹൻദാസ്, സിസ്റ്റർ ആൻസ, എന്നെ ഗുലാം മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിക്കാനായി പോകുന്ന ആളുകളാണ്. എപ്പോഴും നമ്മൾ അതിലൊക്കെ ഏറെ സംതൃപ്തരല്ല. മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധിയെ നെയ്യാറ്റിൻകരയിൽ RSS BJP പ്രവർത്തകർ തടഞ്ഞ നടപടിക്കെതിരെ തൃശൂർ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിചാരധാര കത്തിച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് C. പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സന്ദീപ് ചേർപ്പ്, അഖിൽ കാഞ്ഞാണിക്കാരൻ, ധനേഷ് മാടക്കത്തറ, അരുൺ ആന്റോ തുടങ്ങിയവർ നേതൃത്വം നൽകി. തോയക്കാവ് വെസ്റ്റ് ALP സ്കൂളിന്റെ വാർഷികാഘോഷം വെങ്കടങ്ങ് പഞ്ചായത്ത് അംഗം ജെസി റാഫേൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ആന്റോ ടി ആന്റണി അധ്യക്ഷത വഹിച്ചു. NI ജിജി, PA അജീഷ്, റാഫി നീലങ്കാവിൽ, NK ഇസ്മയിൽ, ദിവ്യ അഭിലാഷ്, നളിനി മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. എളവള്ളി പറക്കാട് വ്യാപാര ഭവൻ റോഡ് കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ച് തുറന്നു നൽകി. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അധ്യക്ഷയായി. ജനപ്രതിനിധികളായ TC മോഹനൻ, സനിൽ കുന്നത്തുള്ളി, CDS ചെയർപേഴ്സൺ ഷീല മുരളി എന്നിവർ സംസാരിച്ചു. ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിൽ നിന്നും 5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡിന്റെ പുനർനിർമ്മാണം നടത്തിയത്. റോഡിന്റെ 2ാം ഘട്ടം പ്രവർത്തനങ്ങൾക്കായി ഈ വർഷം 4 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കൺസ്യൂമർ ഫെഡിന്റെ കേച്ചേരി ത്രിവേണി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫാർമസിയിൽ പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിച്ചു. മുരളി പെരുന്നല്ലി MLA അധ്യക്ഷത വഹിച്ചു. കൺസ്യൂമർ ഫെഡ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് PM ഇസ്മായിൽ, മാനേജിംഗ് ഡയറക്ടർ M സലീം, സഹകരണ സംഘം രജിസ്ട്രാർ ഡോക്ടർ D സജിത് ബാബു, കേരള ആരോഗ്യ സർവകലാശാല രജിസ്ട്രാർ പ്രൊഫസർ ഡോക്ടർ ഗോപകുമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആൻസി വില്യംസ്, രേഖ സുനിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ തുടങ്ങിയവർ സംസാരിച്ചു. വേലുപ്പാടം തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ യൗസേപ്പിതാവിന്റെ ഓർമ്മ തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന 9ാമത് തീർത്ഥാടന പദയാത്ര ബുധനാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 7-ന് ത്യാഗരാജാർ പോളിടെക്നിക് അങ്കണത്തിൽ നിന്ന് ആരംഭിക്കുന്ന പദയാത്ര പള്ളിക്കുന്ന് പള്ളി വികാരി ഫാദർ ജോർജ് എടക്കളത്തൂർ ഉദ്ഘാടനം ചെയ്യും. 1000-ലേറെ വിശ്വാസികൾ പങ്കെടുക്കുന്ന പദയാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും. ആഘോഷമായ ദിവ്യബലിക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ കാർമ്മികത്വം വഹിക്കും. തീർത്ഥാടന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഇടവകയിലെ നിർധന കുടുംബത്തിന് നിർമ്മിച്ച 2ാമത്തെ കാരുണ്യ ഭവനത്തിന്റെ വെഞ്ചിരിപ്പ് ചടങ്ങിൽ നടക്കും. തീർത്ഥാടന കേന്ദ്രം വികാരി ഫാദർ ഡേവിസ് ചെറിയത്ത്, ജനറൽ കൺവീനർ ഷിജോ ഞെരിഞ്ഞാമ്പിള്ളി, ട്രസ്റ്റി പോൾ മഞ്ഞളി, PRO ബൈജു വാഴക്കാല തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കടങ്ങോട് മണ്ടംപറമ്പ് ഗവൺമെന്റ് LP സ്കൂളിലെ നടപ്പാതയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ബീന രമേശ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ രമണി രാജൻ, വാർഡ് മെമ്പർ രമ്യ ഷാജി, PTA പ്രസിഡന്റ് ജസീന യൂസഫ്, OSA പ്രസിഡന്റ് ഷീജ വേണുഗോപാൽ, പ്രധാന അധ്യാപിക PM സാജിദ, സ്റ്റാഫ് സെക്രട്ടറി സ്വാതി മനോഹർ തുടങ്ങിയവർ സംസാരിച്ചു. നവീകരണം എന്നതിന് പ്രത്യേകതയും പ്രാധാന്യവും ചെറിയൊരു പേര് വ്യത്യാസം ഉദ്ഘാടനത്തിനായി നമുക്കറിയാം. കടങ്ങോട് ശ്രീ മല്ലൻകുഴി മല്ലൻകാവിലെ ഇളനീരാട്ട് മഹോത്സവം ഭക്തിസാന്ദ്രമായി. മല്ലൻകാവിലപ്പന്റെ ചൈതന്യ വർധനവിനും നാടിന്റെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കും വേണ്ടിയാണ് ഇളനീരാട്ട് മഹോത്സവം നടത്തുന്നത്. തന്ത്രി താമറ്റൂർ മനക്കൽ നാരായണൻ നമ്പൂതിരിയും മേൽശാന്തി കൈതക്കോട്ട് മനക്കൽ നാരായണൻ ഭട്ടത്തിരിപ്പാടും ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശരണമന്ത്രഘോഷത്തോടുകൂടി ഇളനീർ അഭിഷേകം നടന്നു. പഞ്ചവാദ്യം, വേല എന്നിവ ഉണ്ടായിരുന്നു. പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് KG സുധാകരൻ, സെക്രട്ടറി പുതൂർ ഉണ്ണികൃഷ്ണൻ, ട്രസ്റ്റി പുതൂർ ബാലകൃഷ്ണൻ, ഖജാൻജി സുബ്രഹ്മണ്യൻ എന്നിവർ നേതൃത്വം നൽകി.
മുല്ലശ്ശേരി ഉപജില്ലാ വികസന സമിതിയുടെ നേതൃത്വത്തിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന മുഴുവൻ അധ്യാപകർക്കുമുള്ള യാത്രയയപ്പ് നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് ഗസാലി ഉപജില്ലയിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന 22 അധ്യാപകർക്ക് മെമന്റോ നൽകി. വിദ്യാരംഗം സാഹിത്യവേദി മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി വിതരണം ചെയ്തു. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എം റജീന യാത്രയയപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ ചാക്കോ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അജിതകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ലിയോ, ഗ്രാമപഞ്ചായത്ത് അംഗം ടി.കെ. സുബ്രഹ്മണ്യൻ, വികസന സമിതി കൺവീനർ ടി.യു. ജെയ്സൺ, എച്ച്.എം. ഫോറം കൺവീനർ കെ.ജെ. ബാബു, പ്രധാന അധ്യാപിക സിസ്റ്റർ അനുമരിയ, പി.ടി.എ. പ്രസിഡന്റ് വി.എം. സിറിൽ, സി. രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കാട്ടൂർ ബോംബെ സെന്റ് മേരീസ് എൽ.പി. സ്കൂളിലെ പഠനോത്സവം നടന്നു. പൊഞ്ഞനം മുത്തശ്ശിമാവിന്റെ ചുവട്ടിൽ നടന്ന ചടങ്ങിൽ കാട്ടൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രഹി ഉണ്ണികൃഷ്ണൻ പട്ടം പറത്തി ഉദ്ഘാടനം ചെയ്തു. പി.ടി.എ. പ്രസിഡന്റ് പി.എൽ. നൌഷാദ് അധ്യക്ഷനായിരുന്നു. വാർഡ് മെമ്പർമാരായ രമാഭായ്, മെമ്പർ ജയശ്രീ സുബ്രഹ്മണ്യൻ, വി.എച്ച്.സി. പ്രിൻസിപ്പൽ പ്രിയ, ഹൈസ്കൂൾ എച്ച്.എം. ഷീബ എന്നിവർ സംസാരിച്ചു. അളഗപ്പ് നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കെ.കെ. രാമചന്ദ്രൻ എം.എൽ.എ. നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി.എസ്. പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ.എം. ചന്ദ്രൻ, അളഗപ്പ് നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ. രാജേശ്വരി, ഇ.കെ. സദാശിവൻ, ഭാഗ്യവതി ചന്ദ്രൻ, ജിജോ ജോൺ, ടെസി വിൽസൺ, ദിനിൽ പാലപ്പറമ്പിൽ, എ.കെ. അജിതകുമാരി, ഡോക്ടർ എ. അൻസാർ എന്നിവർ സംസാരിച്ചു. പുത്തൻപീടിക കൂർവത്ത് ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം വർണ്ണാഭമായി. ഗജരാജൻ ചെമ്പൂക്കാവ് വിജയകണ്ഠൻ തിടമ്പേറ്റിയ കൂട്ടിയെഴുന്നള്ളിപ്പിന് പഴുവിൽ രഘുമാരാരുടെ പ്രാമാണികത്വത്തിലുള്ള മേളം അകമ്പടിയായി. വാളമുക്ക് ശ്രീ നാരായണ ഗുരുദേവ സന്നദ്ധിയിൽ നിന്ന് ആരംഭിച്ച എഴുന്നള്ളിപ്പ് വൈകിട്ട് ക്ഷേത്രത്തിൽ സമാപിച്ചു. ക്ഷേത്രം തന്ത്രി കാരുമാത്ര വിജയൻ ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം രക്ഷാധികാരി കെ.കെ. ചന്ദ്രൻ, പ്രസിഡന്റ് കെ.കെ. സുബ്രഹ്മണ്യൻ, സെക്രട്ടറി കെ.ജി. ജോഷ്, ട്രഷറർ കെ.വി. രതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,220 രൂപ, പവന് 65,760 രൂപ. വെള്ളി ഗ്രാമിന് 110 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,449 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തിയെ തിരഞ്ഞെടുത്തു. മലപ്പുറം സ്വദേശി വട്ടംകുളം മാറത്ത് കരുവപ്ര ഇല്ലത്ത് അച്യുതൻ നമ്പൂതിരിയാണ് പുതിയ മേൽശാന്തി. സംസ്ഥാനത്ത് ക്യാമ്പസുകളിൽ മയക്കുമരുന്ന് വ്യാപകമാക്കുന്നതിന്റെ പ്രധാന ഉത്തരവാദി SFI ആണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. SFIക്ക് മുഖ്യമന്ത്രി നൽകുന്നത് പൂർണ്ണ പിന്തുണ. ലഹരി വ്യാപനം അവസാനിപ്പിക്കണമെങ്കിൽ SFI പിരിച്ചുവിടണമെന്നും ചെന്നിത്തല. കൊരട്ടി ചിറങ്ങരയിൽ ജനവാസ മേഖലയിൽ പുലിയിറങ്ങി. പ്രദേശവാസി ധനേഷിന്റെ വളർത്തുനായയെ പുലി പിടിച്ചതായി സംശയം. സ്ഥലത്ത് വനം വകുപ്പ് പരിശോധന നടത്തി. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായി ഒരാഴ്ചക്കിടെ സംസ്ഥാനത്ത് പിടിച്ചെടുത്തത് 1.9 കോടിയുടെ ലഹരി വസ്തുക്കൾ. 1.5 കിലോയോളം കഞ്ചാവുമായി കയ്പമംഗലത്ത് ബീഹാർ സ്വദേശികൾ പിടിയിൽ. മറ്റുള്ളവർക്ക് വോട്ട് കുത്തിക്കൊടുക്കുന്ന യന്ത്രങ്ങളായി ഈഴവ സമുദായം മാറിയെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സാമുദായിക ശക്തി സമാഹരണത്തിലൂടെ മാത്രമേ സാമൂഹിക നീതി നേടാനാകൂവെന്ന തിരിച്ചറിവുണ്ടാകണമെന്നും വെള്ളാപ്പള്ളി. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ്. തൃശൂരടക്കം 10 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.